അടിമുടി മാറ്റത്തിൻ്റെ പാതയിലെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. വരുന്ന 10-15 വർഷം കൊണ്ട് 8707 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് ലിമിറ്റഡിന് അനുമതി നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടമായി പ്രോജക്റ്റ് അനന്ത എന്ന പേരിൽ 1300 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഇതിൽ 600 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. പ്രതിവർഷം 32 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് നിലവിൽ വിമാനത്താവളത്തിനുള്ളത്. 2030-ൽ യാത്രക്കാരുടെ എണ്ണം 1.20 കോടിയാകുമ്പോൾ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. 15 വർഷം മുമ്പ് നിർമ്മിച്ച ടെർമിനലാണ് ഇപ്പോൾ രാജ്യാന്തര സർവീസുകൾക്ക് ഉപയോഗിക്കുന്നത്. ഏറ്റവും തിരക്കേറിയ രാത്രി മുതൽ രാവിലെ വരെയുള്ള സമയത്ത് എല്ലായിടത്തെയും വലിയ ക്യൂ ആണ്. 36 ഇമിഗ്രേഷൻ കൗണ്ടറുകൾ, 6 ഗേറ്റുകൾ, 4 എയറോ ബ്രിഡ്ജുകൾ എന്നിവയാണ് ടെർമിനലുള്ളത്. നവീകരണം പൂർത്തിയാക്കുമ്പോൾ ഗേറ്റുകളുടെയും എയറോ ബ്രിഡ്ജുകളുടെയും എണ്ണം 19 ആകും. പുതിയ ടെർമിനൽ കെട്ടിടവും ഉയരും. 2 നില കെട്ടിടത്തിൽ 1-ാം നിലയിൽ ഡിപ്പാർച്ചറും താഴത്തെ നിലയിൽ അറൈവലും ക്രമീകരിക്കും. പാലത്തിലൂടെ നേരെ 1-ാം നിലയിലേക്ക് എത്താൻ കഴിയും. ടെർമിനലിന് മുന്നിലായി പഞ്ചനക്ഷത്ര ഹോട്ടലും കൺവെൻഷൻ സെൻറ്ററും, ഒരു വശത്തായി 3000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. ഇതിൽ ഹോട്ടൽ നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ വൈകാതെ ആരംഭിക്കും. പരിസ്ഥിതി അനുമതി ലഭിച്ചാൽ 1 വർഷത്തിനുള്ളിൽ ഹോട്ടൽ നിർമ്മാണം പൂർത്തിയാകും. 33,092 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന ഹോട്ടലിൽ 240 മുറികളുണ്ടാവും. 136 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. യാത്രക്കാർക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകാൻ കൊമേഴ്സ്യൽ കോംപ്ലക്സും ഹോട്ടലിനൊപ്പം ഉണ്ടാകും. 600 സീറ്റുകളുള്ള കൺവെൻഷൻ സെൻറ്ററും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. മാരിയറ്റ്, ഹയാത്ത് പോലെയുള്ള വൻകിട ബ്രാൻഡുകളെ ഹോട്ടൽ നടത്തിപ്പ് ഏൽപ്പിക്കാനാണ് സാധ്യത. പുതിയ എയർ ട്രാഫിക് കൺട്രോൾ ബിൽഡിംഗ്, പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ എന്നിവയും വരും. 10 വിമാനങ്ങൾക്കുള്ള പാർക്കിംഗ് ബേകളാണ് ഇപ്പോഴുള്ളത്. ഇത് 27 എണ്ണമാകും. കേരളീയ വാസ്തുശൈലിയിലുള്ള ടെർമിനലായിരിക്കും നിർമ്മിക്കുക. ഈ പദ്ധതിയുടെ ഭാഗമായി ഏപ്രൺ വികസനം, ഡ്രെയിനേജ്, സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണം, ഗേറ്റ് ഹൗസ്, ചുറ്റുമതിൽ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണ കരാറുകളാണ് നൽകിയിട്ടുള്ളത്. വിമാനത്താവളത്തിൻ്റെ സുരക്ഷാ മേഖലയുടെ വിസ്തൃതി കൂട്ടാനുള്ള ഭൂമി സർക്കാർ ഏറ്റെടുത്ത് നൽകിയാൽ അതിൻ്റെ പണികളും വൈകാതെ തുടങ്ങും. എങ്കിലും ഭൂവിസ്തൃതി ഏറെ കുറഞ്ഞ വിമാനത്താവളമാണ് തലസ്ഥാനത്തുള്ളതെന്നത് വലിയ വെല്ലുവിളിയാണ്. കൊച്ചി വിമാനത്താവളത്തിന് 1300 ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് 600 ഏക്കർ മാത്രമാണുള്ളത്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് നടപ്പാക്കാവുന്ന വികസന പദ്ധതികളുടെ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3.4 കിലോമീറ്ററാണ് റൺവേയുടെ നീളം. ഇരുവശവും 145 മീറ്റർ വീതി വേണമെങ്കിലും 105 മീറ്ററാണുള്ളത്. വിമാനങ്ങൾ റൺവേയിൽ നിന്ന് തെന്നിമാറുന്ന സാഹചര്യമുണ്ടായാൽ സുരക്ഷിതമായി നിർത്തുന്നതിന് 145 മീറ്റർ വീതി ഇരുവശത്തും വേണം. ചാക്ക റോഡിൽ ഏറ്റെടുക്കുന്ന ഭൂമി പ്രധാനമായും ഈ ആവശ്യത്തിനാണ് വിനിയോഗിക്കുക. നഷ്ടപ്പെടുന്ന റോഡിൻ്റെ സ്ഥലത്തിന് പകരമായി ബ്രഹ്മോസ്, ഫയർ സ്റ്റേഷൻ എന്നിവയുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഫയർ സ്റ്റേഷൻ മാറ്റിസ്ഥാപിക്കാൻ റവന്യൂ ഭൂമിയും ഈ ഭാഗത്ത് ലഭ്യമാണ്. ലാൻഡിംഗ് ഏരിയയിലും 4.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കണമെങ്കിലും സേഫ്റ്റി ഏരിയ വീതി കൂട്ടാനുള്ള പണികൾക്കാണ് മുൻഗണന. 10 കോടി രൂപ ചെലവിൽ മുഖം മിനുക്കുന്ന പണികളും പുരോഗമിക്കുകയാണ്. മഴയും വെയിലും കൊള്ളാതെ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ പ്രവേശിക്കാനും പുറത്തു പോകാനുമുള്ള വലിയ മേൽക്കൂരയാണ് ഒരുക്കുന്നത്. 40 വർഷം പഴക്കമുള്ളതാണ് ആഭ്യന്തര ടെർമിനൽ കെട്ടിടം. 13 ലക്ഷമാണ് ക്യാരിയിങ് കപ്പാസിറ്റിയെങ്കിലും കഴിഞ്ഞ വർഷം 26 ലക്ഷം യാത്രക്കാരാണ് ടെർമിനൽ ഉപയോഗിച്ചത്. ഇത് വലിയ തിരക്കിന് കാരണമാകുന്നുണ്ട്. 4 ഗേറ്റുകളാണ് ആകെയുള്ളത്. സെക്യൂരിറ്റി ഹോൾഡിംഗ് ഏരിയയിൽ യാത്രക്കാർക്ക് ആവശ്യത്തിന് സ്ഥലമില്ല. ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആഭ്യന്തര ടെർമിനലിൻ്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതിക്ക് എയർപോർട്ട് അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിട്ടില്ല. ടെർമിനൽ 2ൻ്റെ വികസനം പൂർത്തിയാക്കുമ്പോൾ എല്ലാ സർവീസുകളും അവിടേക്ക് മാറ്റി ആഭ്യന്തര ടെർമിനൽ പൊളിച്ചു പണിയും. 10 കോടി രൂപ ചെലവിൽ താൽക്കാലിക ആശ്വാസത്തിനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്യുന്നത്. സെക്യൂരിറ്റി പരിശോധന പൂർത്തിയാക്കിയെത്തുന്ന യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം വർദ്ധിപ്പിക്കാനും നടപടിയുണ്ടാകും.